ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു കാട റോസ്റ്റാണ്. ഷാപ്പിൽ കിട്ടുന്ന ടൈപ്പ് ഒരു റെസിപ്പിയാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ്ഫുള്ളാണ്. കാടക്കോഴി വളരെ ഹെൽത്തി ആയിട്ടൊരു ഓപ്ഷനുമാണ്. അപ്പോൾ ഞാനൊരു 4 കാടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 600 ഗ്രാം കാട, 4 തീരെ ചെറിയ കാടയാണ് എനിക്ക് കിട്ടിയത്. ശക്കലം കൂടെയൊക്കെ വലുത് കിട്ടും. ഒരു 300 ഗ്രാമിൽ കൂടിയ കാടയൊക്കെ വളരെ റെയറാണ്. ഞാൻ നന്നായിട്ട് കഴുകി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ശകലം വലുപ്പത്തിൽ വേണമെങ്കിലും അരിയാം, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അതിനെ ആദ്യം ഒന്ന് മാറിനേറ്റ് ചെയ്ത് വറുത്തിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് കിട്ടും. അതിനകത്ത് ഞാനൊരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, കുറച്ച് പെപ്പർ പൗഡർ. ഈ മുളകിൻ്റെയും പെപ്പർ പൗഡറിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്താൽ മതി. നമുക്ക് ഷാപ്പിലെ റെസിപ്പി നമ്മൾ ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് നന്നായിട്ട് എരിവ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, വറക്കുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ പിന്നീട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ജിഞ്ചറും ഗാർലിക്കും കൂടെ ചതച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര് ഓപ്ഷണലാണ്, പക്ഷേ തൈരിലൂടെ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വയ്ക്കുക. അപ്പോൾ മസാലകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിക്കും. അതിനുശേഷം ഞാനിവിടെ ഗ്രേവിക്കകത്ത് ചേർക്കാനുള്ള ഗരം മസാല ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ മസാല ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഞാൻ അതിന് വേണ്ടി ഒരു വലിയ ജീരകത്തിൻ്റെ 1 ടീസ്പൂണ്, കുറച്ച് സിനമണ്, ഒരു ബേ ലീഫ്, കുറച്ച് ഏലക്കായും കുറച്ച് ഗ്രാമ്പൂവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു ശകലം വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ച് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച്, നിങ്ങൾക്ക് സ്പൈസസിൻ്റെ അളവ് എന്തോരം താങ്ങാൻ സാധിക്കുമെന്നുള്ളതനുസരിച്ചാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് ഇതിനെ പൊടിച്ച് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കുക. ചൂടാക്കിയ മസാല ഞാൻ പൊടിച്ച് മാറ്റി വെച്ചു. അതിനുശേഷം ഒരു പാനിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ മസാലയൊക്കെ ഇട്ട് പുരട്ടി മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കാട ഒന്ന് വറുത്തെടുക്കുക. നിങ്ങൾക്ക് എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണമെങ്കിലും എടുത്ത് വറുത്തെടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ട് വേഗത്തക്കോണം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ അതിനെ ഇളക്കി വറുത്തെടുക്കുക. ഞാൻ എടുത്ത് വറുക്കാനായിട്ട് കാടക്കോഴി നല്ല വറവായിട്ടുണ്ട്. എന്നതിന് ശേഷം ആ പാത്രത്തിൽ നിന്ന് ആ വറുത്ത കോഴിയെ മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ശകലം കടുക് വേണമെങ്കിൽ ഇട്ട് പൊട്ടിക്കാം. ആ എണ്ണയ്ക്കകത്ത്, ആ എണ്ണ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ചതച്ച ഇഞ്ചി, 1 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കുക.
അതിനകത്തേക്ക് ഞാൻ ഒരു മീഡിയം സവാള നന്നായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. അതിനെയും കൂടെ നന്നായിട്ട് വഴറ്റുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു ടൊമാറ്റോ കൂടി ഇട്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരു 1/2 കിലോ അടുത്തേ ഉള്ളൂ, ഒരു 600 ഗ്രാം കാട മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു ടൊമാറ്റോ ഉപയോഗിക്കുന്നത്. കാട കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടൊമാറ്റോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ടൊമാറ്റോ ഇട്ടിട്ട് അതിന് നല്ലൊരു ഗ്രേവി നല്ല തിക്കാവുന്നവരെ ചൂടാക്കിയെടുക്കുക. ടൊമാറ്റോയും സവാളയെല്ലാം കൂടി നല്ലതായിട്ട് തിക്കായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന മസാല, പൊടിച്ചെടുത്ത മസാലയും കൂടി അതിനകത്ത് ചേർത്തിട്ട് അതിനെയും കൂടി നന്നായിട്ടൊന്ന് തിക്കാകുന്നവരെ ഇളക്കി ചൂടാക്കുക. ഒരു 3-4 മിനിറ്റ് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് വറുത്ത് കോരി വെച്ചിരുന്ന കാടയും കൂടി ഇട്ടിട്ട് ഒന്നൊരു 5 മിനിറ്റ് 6 മിനിറ്റ് വേവാൻ സമയം കൊടുക്കുക. നമുക്ക് കാണാം ആ കാടയും ആ ഗ്രേവി മസാല എല്ലാം കൂടെ നല്ല നന്നായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ തന്നെ ഡ്രൈ ആക്കാം. ഞാൻ ഒരു ചെറിയ ചപ്പാത്തിയോ പൊറോട്ടയോ കഴിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കത്തക്ക രീതിയിലുള്ള കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് മല്ലിയിലയാണോ കറിവേപ്പിലയാണോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചെടുത്ത് ഗാർണിഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.